ഹായ്, എല്ലാവർക്കും സെല്ലയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മാത്സിലെ ദശാംശ സംഖ്യകൾ എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിന് മുന്നേ അപ്ലോഡ് ആക്കിയ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, പഠിച്ചിട്ടുണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ വീഡിയോ ക്ലാസ്സിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് നോട്ട്സും അതേപോലെ പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും എല്ലാം അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. എല്ലാം നിങ്ങൾ ചെയ്ത് പഠിക്കാം. വൺസ് വീഡിയോ ക്ലാസ് ഫുള്ളായി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അതിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രം മാറ്റി എഴുതി വെച്ചിട്ട് ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തനിയെ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. പിന്നെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യാം. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെല്ലയുടെ ടീച്ചേഴ്സുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാം കൃത്യമായിട്ട് ചെയ്തു പോകാം. ഒന്നും പെൻഡിങ് വെക്കരുത്. ഒരു ക്ലാസ് പെൻഡിങ് ആയി കഴിഞ്ഞാൽ പിന്നെ അത് ലോഡ് കൂടി വരും. പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും ആ പെൻഡിങ് ആയിട്ടുള്ള വർക്ക് തീർത്ത് നോർമലായിട്ട് പോകാൻ പറ്റില്ല. ഒരു ദിവസം പോലും ഒരു ക്ലാസ് പോലും പെൻഡിങ് വെക്കാതെ എല്ലാം കൃത്യമായിട്ട് അന്നേ ദിവസം തന്നെ ഓരോ ദിവസങ്ങളിലും പഠിച്ചു പോകാം. ഓക്കെ, അപ്പോൾ ഞാൻ നമുക്ക് ടോപ്പിക്കിലോട്ട് കിടക്കാം. നമ്മുടെ ടോപ്പിക്ക് ദശാംശ സംഖ്യകൾ. അപ്പോൾ നമ്മൾ ദശാംശ സംഖ്യകളിൽ ആദ്യം പഠിക്കാൻ പോകുന്നത് ഒരു ദശാംശ സംഖ്യയുടെ ഡെസിമൽ നമ്പറിൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം, മീൻസ് അത് വലുതാണോ ചെറുതാണോ എന്നൊക്കെ ഉള്ളത് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. താഴെ പറയുന്ന സംഖ്യകളിൽ ഏറ്റവും വലുതേതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. അത് 4 പോയിൻ്റുള്ള ദശാംശ സംഖ്യകൾ പറയാൻ നിങ്ങൾക്ക് അറിയേണ്ടായിരിക്കും. പോയിൻ്റുള്ള സംഖ്യകളാണ് അല്ലേ. താഴെയുള്ള 4 ഓപ്ഷൻസും ദശാംശ സംഖ്യകളാണ്. അതിൽ ഏറ്റവും വലിയ സംഖ്യ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അതിൻ്റെ പൂർണ്ണസംഖ്യാഭാഗത്തോട്ട് നോക്കണം. പൂർണ്ണസംഖ്യാഭാഗം എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിൻ്റെ മുന്നേ വരുന്ന സംഖ്യയാണ് കേട്ടോ പൂർണ്ണസംഖ്യാഭാഗത്തോട്ട് നോക്കാം. പൂർണ്ണസംഖ്യാഭാഗത്ത് ഏതെങ്കിലും ഒന്ന് വലുതാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ണും പൂട്ടിയിട്ട് ആൻസർ പറയാം, ഇതാണ് വലുത്. ഫോർ എക്സാമ്പിൾ 3 ഓപ്ഷനും 8.06 അങ്ങനെയൊക്കെയാണ് വരുന്നത്. ഒരു ഓപ്ഷൻ മാത്രം 9.063 എന്ന് വന്നു എന്ന് കരുതിക്കോ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ആ 9 എന്നുള്ളതാണ് വലിയ സംഖ്യ എന്നുള്ളത്. ഓക്കെ, കാരണം നമ്മൾ ആദ്യം പൂർണ്ണസംഖ്യാഭാഗത്തോട്ട് നോക്കണം. ആ പൂർണ്ണസംഖ്യയിൽ ഏതാണോ വലുത് അതായിരിക്കും വലിയ സംഖ്യ വരിക. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ പ്രശ്നം എന്താണ്? പൂർണ്ണസംഖ്യാഭാഗത്ത് എല്ലാതും 8ആണ്. സോ നമുക്ക് പൂർണ്ണസംഖ്യാഭാഗം നോക്കിയിട്ട് വലുതേതാണ് ചെറുതേതാണെന്ന് തീരുമാനിക്കാൻ പറ്റില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം? പോയിന്റ് കഴിഞ്ഞിട്ടുള്ള സംഖ്യകൾ നോക്കണം. ഓക്കെ, പോയിന്റ് കഴിഞ്ഞിട്ട് ആദ്യത്തെ സ്ഥാനം നോക്കുക. ആദ്യത്തെ സ്ഥാനം നോക്കുമ്പോൾ എല്ലാതും 0 വരുന്നത്. സോ അത് വെച്ച് നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ല. ദെൻ പോയിന്റ് കഴിഞ്ഞ് അടുത്ത സ്ഥാനം നോക്കുക. അടുത്ത സ്ഥാനം പോയിന്റ് കഴിഞ്ഞ് രണ്ടാമത്തെ സ്ഥാനം നോക്കുമ്പോൾ എല്ലാതും 6 വരുന്നത്. സോ പോയിന്റ് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സ്ഥാനവും എല്ലാവരും തുല്യമാണ്. പോയിന്റ് കഴിഞ്ഞ് മൂന്നാമത്തെ സ്ഥാനം നോക്കുമ്പോഴോ അവിടെയും എല്ലാം 3 വരുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത സ്ഥാനം പോയിന്റ് കഴിഞ്ഞ് 4ാമത്തെ സ്ഥാനം നോക്കാം. പോയിന്റ് 4ാമത്തെ സ്ഥാനത്തിൽ ഓപ്ഷൻ എയിൽ 0 വരുന്നത്, ഓപ്ഷൻ ബിയിൽ 1 വരുന്നത്, ഓപ്ഷൻ സി 6, ഓപ്ഷൻ ഡി 7. സോ നമ്മൾ ഈ ഒരു സ്ഥാനം മാത്രമാണ് നമുക്ക് ഡിഫറൻ്റ് ആയി വന്നിട്ടുള്ളത്. സോ അത് വെച്ചിട്ട് വേണം തീരുമാനം എടുക്കാൻ. ഇവിടെ ഏറ്റവും വലുത് ഏതാണ്? 7 ആണ് അല്ലേ. സോ ഇത് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏറ്റവും വലിയ ദശാംശ സംഖ്യ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, 8.0637. നമ്മൾ ആദ്യം പൂർണ്ണസംഖ്യാഭാഗം നോക്കുക. പൂർണ്ണസംഖ്യ എല്ലാം ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ പോയിന്റ് കഴിഞ്ഞ് വരുന്ന 1ാമത്തെ സ്ഥാനം കൺസിഡർ ചെയ്യുക. അവിടെ ഏതാണോ ഏറ്റവും വലുത് വരുന്നത് അത് വലിയ സംഖ്യ. ഇവിടെ ഈ കേസിലാണെങ്കിൽ പോയിന്റ് കഴിഞ്ഞിട്ട് 1, 2, 3 സ്ഥാനം ഒക്കെ സെയിമാണ് വരുന്നത്. സോ നമ്മൾ പോയിന്റ് കഴിഞ്ഞ് 4ാമത്തെ സ്ഥാനം നോക്കി. അവിടെ ഓരോ നമ്പേഴ്സും ഡിഫറെൻ്റ് ആണ്. സോ അതിൽ ഏറ്റവും വലുത് ഏതാണെന്ന് നോക്കിയിട്ട് നമ്മൾ ആൻസർ എഴുതി. സോ ഇതിൽ ഏറ്റവും വലിയ സംഖ്യ 8.0637. ഓക്കെ, സോ ചെറിയ സംഖ്യ ഏതായിരിക്കും? ഓപ്ഷൻ എ ആയിരിക്കും. ആ 4ാമത്തെ സ്ഥാനത്തിൽ ഏറ്റവും ചെറിയ നമ്പർ ഇവിടെ 0 വരുന്നത് അല്ലേ. സോ അതാണ് ഏറ്റവും ചെറിയ സംഖ്യ. 8.0630 ഏറ്റവും ചെറിയ സംഖ്യ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. താഴെ കൊടുത്തിരിക്കുന്ന ദശാംശ സംഖ്യകളിൽ ഏറ്റവും വലുതും ചെറുതും കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ആദ്യം പൂർണ്ണസംഖ്യാഭാഗം ഒന്ന് നോക്കണം അല്ലേ. ഇവിടെ പൂർണ്ണസംഖ്യാഭാഗം നോക്കുമ്പോൾ ഓപ്ഷൻ എയിൽ പൂർണ്ണസംഖ്യ 3 ആണ്, ഓപ്ഷൻ ബിയിൽ 3 ആണ്, ഓപ്ഷൻ സിയിൽ 0 ആണ്, ഓപ്ഷൻ ഡിയിൽ 3 ആണ്. സോ നമുക്ക് ഇവിടുന്ന് തന്നെ എന്ത് കിട്ടി? ഏറ്റവും ചെറിയ സംഖ്യ നമ്മൾ കണ്ടുപിടിച്ചു. കാരണം എന്താണ്? ഓപ്ഷൻ സി ആണ് ഏറ്റവും ചെറിയ സംഖ്യ. കാരണം നമ്മൾ ആദ്യം പൂർണ്ണസംഖ്യാഭാഗം നോക്കുക. അവിടുന്ന് ചെറുതും വലുതും കണ്ടെത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടുന്ന് തന്നെ കണ്ടെത്തുക. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ഒഴികെ ബാക്കിയെല്ലാം 3 ആണ്. സി എന്താണ്? 0 ആണ്. 0 ചെറുതല്ലേ, 3നേക്കാളും ചെറുതല്ലേ. സോ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്?
0.05. ഓക്കെ, ഇതാണ് ഏറ്റവും ചെറിയ സംഖ്യ. ഇനി നമ്മുടെ ടാസ്ക് ഏറ്റവും വലിയ സംഖ്യ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. വലിയ സംഖ്യ കണ്ടുപിടിക്കാൻ വേണ്ടി പൂർണ്ണസംഖ്യ ഭാഗം നോക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എല്ലാം 3 ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? അടുത്ത സ്ഥാനം, പോയിന്റ് കഴിഞ്ഞിട്ടുള്ള ഒന്നാമത്തെ സ്ഥാനം നോക്കുക. പോയിന്റ് കഴിഞ്ഞ് ഇവിടെ എയിൽ ഒന്നാമത്തെ സ്ഥാനം 0 ആണ്, ബിയിൽ ഒന്നാമത്തെ സ്ഥാനം 0 ആണ്, പിന്നെ ഡിയിൽ ഒന്നാമത്തെ സ്ഥാനം എന്താണ്? 5 ആണ്. സോ അതല്ലേ വലുത്. സോ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? 3.5. 3.5 ആണ് ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏറ്റവും വലിയ സംഖ്യ വരുന്നത്. ഓക്കെ, അപ്പോൾ ദശാംശ സംഖ്യകളുടെ വാല്യൂ അല്ലെങ്കിൽ അത് വലുതാണോ ചെറുതാണോ എന്ന് കണ്ടുപിടിക്കാൻ ഇത്രയേ ഉള്ളൂ. ആദ്യം പൂർണ്ണസംഖ്യാ ഭാഗം നോക്കിയിട്ട് നമുക്ക് തരംതിരിക്കാൻ പറ്റുമോ നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പോയിന്റ് കഴിഞ്ഞ് ആദ്യത്തെ സ്ഥാനം വെച്ചിട്ട്, അല്ലെങ്കിൽ അതും സെയിം ആണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ സ്ഥാനം വെച്ച് അങ്ങനെ ചൂസ് ചെയ്ത് പോവുകയാണ് വേണ്ടത്. ഓക്കെ, ഇനി ഇതിൽ തന്നെ വേറൊരു ടൈപ്പും കൂടെ ചോദിക്കാറുണ്ട്. അതായത് വലുതോ ചെറുതോ എന്ന് കണ്ടുപിടിക്കാനുള്ള ടൈപ്പ് തന്നെ വേറൊരു രീതിയിലും കൂടെ ചോദിക്കാറുണ്ട്. ആരോഹണക്രമത്തിൽ എഴുതുക, അവരോഹണക്രമത്തിൽ എഴുതുക എന്നൊക്കെ. അപ്പോൾ സിമ്പിളായിട്ട് ഇതേപോലെ തന്നെ വലുതെന്ന് ചെറുതിക്ക് അങ്ങനെ എഴുതി പോവുക, അല്ലെങ്കിൽ ചെറുതെന്ന് വലുതിക്ക്. നമ്മൾ ഏതാണോ ചെറുതാണോ ചൂസ് ചെയ്യാനുള്ള മെത്തേഡ് സെയിം തന്നെയാണ് കേട്ടോ. പോയിന്റ് കഴിഞ്ഞ് ഓരോ സ്ഥാനത്തിലും നോക്കിയിട്ട് ഏതാണോ വലുത് വരുന്നത് അതങ്ങനെ എഴുതുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഞാൻ വലുതാണോ ചെറുതാണോ എന്ന് കണ്ടുപിടിക്കാൻ 2 ക്വസ്റ്റ്യൻസ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് ഞാൻ പ്രാക്ടീസ് സെക്ഷനിൽ കൊടുക്കാം. നിങ്ങൾ അന്നേരം അവിടെ നിന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഭിന്നസംഖ്യാ രൂപത്തേക്ക് മാറ്റി എഴുതുക എന്നുള്ളൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ. ഇതാണ് 0.45ൻ്റെ ഭിന്നസംഖ്യാ രൂപം കണ്ടെത്തുക എന്നുള്ളതാണ്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് വേറൊരു 1-2 ക്വസ്റ്റ്യൻസും കൂടെ ചെയ്തു വരാം. അപ്പോൾ ഇതൊന്നും കൂടെ നിങ്ങൾക്ക് സിമ്പിളായിരിക്കും. ഓക്കെ, നമുക്ക് ആദ്യം ഈ ദശാംശ സംഖ്യകളെ ഭിന്നസംഖ്യ ആയിട്ടൊന്ന് മാറ്റി എഴുതാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഫസ്റ്റ് നമ്പർ വരുന്നത് 0.45 എന്ന ദശാംശ സംഖ്യേനെ ഭിന്നസംഖ്യ ആക്കണം. ഓക്കെ, ഇതെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ 0.45 ആണ് അല്ലേ. സോ നമ്മൾ എന്ത് എഴുതണം? 45 ഡിവൈഡഡ് ബൈ 100. ഇതെങ്ങനെ എഴുതി ഞാൻ പറയാം. ഇവിടെ ആ പോയിന്റ് 2 ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി എത്രയുള്ളത്? 45 ആണ് അല്ലേ. സോ 45 എന്ന് എഴുതി. 45 ബൈ 100 എഴുതാൻ കാരണം എന്താണ്? പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനം വരുന്നുണ്ട് നോക്കുക. പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം വരുന്നുണ്ട് അല്ലേ. ഒന്നാമത്തെ സ്ഥാനം 4, അടുത്ത സ്ഥാനത്ത് 5. സോ പോയിന്റ് കഴിഞ്ഞ് ഇവിടെ 2 സ്ഥാനമുള്ളത്. സോ 2 സ്ഥാനമാണെന്നുണ്ടെങ്കിൽ 2 പൂജ്യമുള്ള സംഖ്യ കൊണ്ട് അല്ലെങ്കിൽ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ നമുക്ക് 0.45നെ 45 ബൈ 100 എന്ന് എഴുതാം. അപ്പോൾ 0.45 എന്ന ദശാംശ സംഖ്യയുടെ ഭിന്നസംഖ്യാ രൂപമാണ് 45 ബൈ 100. ഇതേപോലെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കിക്കേ, പോയിന്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി എത്ര സംഖ്യ വരുന്നത്? 34 വരുന്നത്. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? നമ്മൾ എണ്ണുക. പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനം ഉണ്ടെന്ന് എണ്ണി നോക്കുക. പോയിന്റ് കഴിഞ്ഞിട്ട് 1, 2, 3. പോയിന്റ് കഴിഞ്ഞ് 3 സ്ഥാനമുണ്ട്. സോ 34 ബൈ 1000. 34നെ 1000 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. പോയിന്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ ഇവിടെ 34 ഉള്ളൂ. സോ നമ്മൾ 34 എഴുതി. പക്ഷെ ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 3 സ്ഥാനങ്ങൾ വരുന്നുണ്ട്. സോ അതിനെ 1000 കൊണ്ട് വേണം ഡിവൈഡ് ചെയ്യാൻ. എന്നാലാണ് 0.034 എന്ന വാല്യൂ കിട്ടുള്ളൂ. അടുത്തത് 0.3. സോ എങ്ങനെ ചെയ്യാം? 3 ബൈ ഇവിടെ പോയിന്റ് കഴിഞ്ഞാൽ ആകെ 1 സ്ഥാനമേ ഉള്ളൂ. സോ 3 ബൈ 10 എന്ന് എഴുതാം. ഇനി അടുത്തത് 46. 4.6. 4.6ന് പോയിന്റ് ഒഴിവാക്കിയാൽ എന്താണ്? 46 ആണ്. പക്ഷേ ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 1 സംഖ്യ വരുന്നുണ്ട് അല്ലേ. പോയിന്റ് കഴിഞ്ഞ് 1 സംഖ്യ വരുന്നുണ്ട്. കണ്ടോ, മൊത്തം എത്ര സംഖ്യ ഉണ്ടെന്നല്ല കേട്ടോ കൂട്ടണ്ടേ. പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സംഖ്യ വരുന്നുണ്ടെന്നാണ് നോക്കണ്ടേ. പോയിന്റ് കഴിഞ്ഞിട്ട് 1 സംഖ്യ വരുന്നുണ്ട്. സോ അതിന് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ 4.6ൻ്റെ ഭിന്നസംഖ്യ രൂപം എന്താണ്? 46 ബൈ 10 ആണ്. അടുത്ത സംഖ്യ അതേപോലെ 6.041. അപ്പോൾ നമ്മൾ എന്ത് എഴുതണം? 6041 എന്ന് എഴുതി. ഇനി പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനം വരുന്നുണ്ട് നോക്കുക. പോയിന്റ് കഴിഞ്ഞ് 3 സ്ഥാനം വരുന്നുണ്ട്. സോ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ആ പോയിന്റ് ഇല്ലാതെ ആ സംഖ്യ ഏതാ നോക്കുക. ആ സംഖ്യ എഴുതുക.
പിന്നെ ഡിവൈഡ് ചെയ്യണത് ഏതുകൊണ്ടാണ് തീരുമാനിക്കുന്നത് എങ്ങനെയാണ്, എത്ര ദശാംശ സ്ഥാനങ്ങൾ ഉണ്ട് എന്ന് നോക്കിയിട്ടാണ് നമ്മൾ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ തീരുമാനിക്കുന്നത്. ഒന്നാമത്തെ കേസ് എടുക്കുമ്പോൾ 0.45 സോ 2 ദശാംശ സ്ഥാനങ്ങളുണ്ട്. സോ 100 കൊണ്ട് ഡിവൈഡ് ചെയ്തു. രണ്ടാമത്തെ കേസ് എടുക്കുമ്പോൾ 0.034. ഓക്കെ, സോ ഇവിടെ 3 ദശാംശ സംഖ്യകളുണ്ട്, ദശാംശ സ്ഥാനങ്ങളുണ്ട്. സോ ഇവിടെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അങ്ങനെ ഓരോ കേസ് നോക്കുക. ഈ ഒരു കേസ് വരുമ്പോൾ 4.6 ആണ്. സോ 46 ഇവിടെ പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനമുണ്ട് അല്ലെങ്കിൽ എത്ര ദശാംശ സ്ഥാനം ഉണ്ടെന്ന് നോക്കണ്ടേ. ഇവിടെ 4.6 എന്ന് പറയുമ്പോൾ 2 സംഖ്യ ഉണ്ട്, പക്ഷെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു ദശാംശ സ്ഥാനമാണുള്ളത്. സോ ഇതിന് 4.6നെ 10 കൊണ്ടാണ് ഡിവൈഡ് ചെയ്ത്. അതേപോലെ തന്നെ ഇവിടെ അങ്ങനെ തന്നെ 6041നെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 6.041 എന്ന് വരും. ഇങ്ങനെയാണ് നമ്മൾ ദശാംശ സംഖ്യകളെ ഭിന്നസംഖ്യയായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. 1.25 എന്ന ദശാംശ സംഖ്യയെ ഭിന്നസംഖ്യ ആക്കണം. എങ്ങനെ ചെയ്യുക? 1.25ന് ആ പോയിന്റ് കൊണ്ട് മാറ്റിക്കഴിഞ്ഞാൽ എന്താണ്? 125 ആണ് അല്ലേ? സോ 125. പിന്നെ എത്ര ദശാംശ സ്ഥാനങ്ങളുണ്ട് ഇവിടെ? പോയിന്റ് കഴിഞ്ഞ് 2 ദശാംശ സ്ഥാനങ്ങളുണ്ട്. സോ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 125/100 എന്ന് വരും. പക്ഷേ ഇവിടെ 125നെ 100നെ നമുക്ക് 25 വെച്ചിട്ടൊക്കെ കട്ട് ചെയ്യുക അല്ലേ? 25 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 125ൽ എത്ര 25 ഉണ്ട്? 4 25 ചേർന്നാൽ 100 അപ്പോൾ ഒന്നും കൂടി ചേർന്നാൽ 125 ആവും അല്ലേ? സോ 125ൽ 5 25 ഉണ്ട്. 100ൽ 4 25 ഉണ്ട്. സോ 125/100 നമുക്ക് എന്ത് എഴുതാം? 5/4 എഴുതാം. ഒന്നെങ്കിൽ 25 വെച്ച് ഡയറക്റ്റ് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ 5 വെച്ച് കട്ട് ചെയ്ത് പോവാം. എങ്ങനെ ആയാലും നമുക്ക് ഫൈനൽ ആൻസർ എന്ത് കിട്ടും? 5/4 കിട്ടും. ഓക്കെ, സോ 1.25 എന്ന ദശാംശ സംഖ്യയുടെ ഭിന്നസംഖ്യാ രൂപം എന്താണ്? 5/4 ആണ്. 125/100 ആണെങ്കിലും ശരിയാണ്, 5/4 എന്ന് എഴുതിയാലും ശരിയാണ്. 125/100 ഞാൻ വെട്ടി ചെറുതാക്കിയിട്ട് 5/4 ആക്കിയതാണ്. എന്താണോ ഓപ്ഷനിലുള്ള ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, ഇനി അതേപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. 0.008 അതിനെ ഭിന്നസംഖ്യയാക്കി മാറ്റാം. ഓക്കെ, സോ ഇവിടെ പോയിൻ്റൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആകെ ഒരു 8 ഉള്ളൂ. അപ്പോൾ 8 എന്ന് എഴുതി. 8/ ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 3 സ്ഥാനം വരുന്നുണ്ട് അല്ലേ? 1 2 3 സ്ഥാനം വരുന്നുണ്ട്. സോ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 8/1000. പക്ഷെ നമുക്ക് ഇതിനെ വീണ്ടും ചെറുതാക്കാം. 125 × 8 ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 1000 ആണ് കിട്ടുക അല്ലേ? അതെ. അപ്പോൾ നമുക്ക് ഈ 1000നെ 8 വെച്ച് കട്ട് ചെയ്യാം. 8ൽ 8 ഒരു പ്രാവശ്യം, 1000ൽ 8 125 പ്രാവശ്യം. സോ ഇതിൻ്റെ ആൻസർ 1/125 എന്ന് വരും. നിങ്ങൾ ഓപ്ഷൻ നോക്കുക, എന്നിട്ട് തീരുമാനിക്കുക ഇത് വെട്ടി കുറയ്ക്കണോ വേണ്ടേ എന്നുള്ളത്. ചിലപ്പോൾ 8/1000 എന്നുള്ളത് ഓപ്ഷനിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ഓപ്ഷൻ തന്നെ എഴുതുക. ചിലപ്പോൾ 8/1000 എന്നുള്ളത് ഓപ്ഷനിൽ കാണാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ അതിനെ വെട്ടി കുറച്ചിട്ട് എന്താണ് ആൻസർ കിട്ടുന്നത് അതിലോട്ട് എത്തുക. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ മുന്നത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. ഇതാ 0.45ൻ്റെ ഭിന്നസംഖ്യാരൂപം കണ്ടെത്തുക. അപ്പോൾ നമ്മൾ എഴുതി 0.45 എന്ന് പറഞ്ഞാൽ 45 ആണ് അല്ലേ? 45/100 കാരണം 0.45 പറയുമ്പോൾ 2 സ്ഥാനങ്ങളുണ്ട്. സോ 45/100 എന്ന് എഴുതി. പക്ഷേ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. നമ്മുടെ ആൻസർ എഴുതാൻ നോക്കുമ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മളതിനെ വെട്ടിക്കുറയ്ക്കണം. 45ൽ 100 നമുക്ക് 5 കൊണ്ട് വെട്ടാം. 45ൽ 5 9 പ്രാവശ്യം അല്ലേ? 5നെ കൊണ്ടപറ്റേക്ക് ചെല്ലുമ്പോൾ 5 × 9 45 വരിക. സോ 45ൽ 5 9 പ്രാവശ്യം. ഓക്കെ, ഈ 100ൽ 5 ഒന്നെങ്കിൽ ഡയറക്റ്റ് വെട്ടാം, അല്ലെങ്കിൽ എങ്ങനെ വെട്ടാം? 10ൽ 5 2 പ്രാവശ്യം. 5 × 2 അല്ലേ 10. സോ 10ൽ 5 2 പ്രാവശ്യം. പിന്നെ ഈ ഒരു 0 അങ്ങനെ തന്നെ എഴുതി. സോ നമുക്ക് എന്ത് ആൻസർ കിട്ടി? 9/20 ആൻസർ കിട്ടി. അത് ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഭിന്നസംഖ്യയായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ദശാംശസംഖ്യേനെ ഭിന്നസംഖ്യയായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ആദ്യം 100/10 അങ്ങനെ വെച്ച് എഴുതുക. എത്ര ദശാംശസംഖ്യയാണോ ഉള്ളത് അതിനനുസരിച്ച് 10 100 1000 ഒക്കെ കൊടുക്കുക. എന്നിട്ട് ചിലപ്പോൾ ഡയറക്റ്റ് ഓപ്ഷനിൽ ഉണ്ടായിരിക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾ അതിനെ വെട്ടിക്കുറയ്ക്കുക. ഓക്കെ, ഹരിച്ചിട്ട് ഫൈനൽ ആൻസറിലേക്ക് എത്തുക. ഇനി അടുത്തൊരു ടൈപ്പ് വരുന്നത്
ഫ്രാക്ഷനെ ഡെസിമൽ ആക്കുക എന്നുള്ളതാണ്. ഭിന്നസംഖ്യേനെ ദശാംശസംഖ്യ ആയിട്ട് മാറ്റി എഴുതാം. ഞാനൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, 40/7. 40/7. ഓക്കെ, ഇതെങ്ങനെ മാറ്റാം? സാധാരണ പോലെ ഹരിക്കുക, എന്താണോ ഹരണഫലം കിട്ടുന്നത് അത് തന്നെ ആയിരിക്കും ഡെസിമൽ നമ്പറായിട്ട് വരിക. എന്ന് വെച്ചാൽ ഇപ്പോൾ 40/7 എന്ന് പറഞ്ഞാൽ 40 ഹരിക്കണം 7 ആണ് അല്ലേ. 40 ഹരിക്കണം 7 ചെയ്യാം. 40-ൽ 7 എത്ര പ്രാവശ്യമാണ്? 7ൻ്റെ ഗുണനപ്പറ്റിക ചെല്ലുമ്പോൾ 7 5 35 വരും. പിന്നെ 7 6 ആകുമ്പോഴേക്കും 40-നേക്കാളും കൂടും അല്ലേ. സോ 40-ൽ 7 5 പ്രാവശ്യം, 7 5 35 വന്നു. ദെൻ 40-ന്ന് 35 കുറച്ചാൽ 5. പിന്നെ അവിടെ ഒന്നുമില്ല, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പോയിൻ്റ് ഇടണം. ഇവിടെ ഒരു പോയിൻ്റ് ഇടുമ്പോൾ ഇവിടെ ഒരു 0 ഇടണം. ഓക്കെ, ഇനി 50-ൽ 7 7 പ്രാവശ്യം, 7 7 49. പിന്നെ കുറയ്ക്കുമ്പോൾ 1 കിട്ടും. 1-ൽ 7 പോവില്ല, അഗൈൻ ഒരു 0 ഇട്ട് കൊടുത്തു. 10-ൽ 7 ഒരു പ്രാവശ്യം, ഒരു 7 7. അങ്ങനെ അത് പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ 5.71 എന്നാണ് ഉത്തരം കിട്ടുക. ഈ രീതിയിലാണ് ഭിന്നസംഖ്യേനെ ദശാംശസംഖ്യയായിട്ട് കൺവേർട്ട് ചെയ്യേണ്ടത്. അതിന് വെറുതെ ഹരിക്കുക, ഹരിച്ചിട്ട് എന്താണോ ഹരണഫലം കിട്ടുന്നത് അതാണ് ആൻസർ ആയിട്ട് വരിക. നിങ്ങൾ ഓപ്ഷൻ നോക്കുക, ചിലപ്പോൾ പോയിന്റ് കഴിഞ്ഞ് 2 സംഖ്യ ഉണ്ടാവുള്ളൂ, അപ്പോൾ അവിടെ വെച്ച് നിർത്തുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഹരണം കണ്ടിന്യൂ ചെയ്ത് പോയിട്ട് നമ്മുടെ ഓപ്ഷൻ എന്താണോ ആ ഒരു ആൻസറിലേക്ക് എത്തിക്കുക. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ദശാംശ സംഖ്യകൾ എങ്ങനെ ആഡ് ചെയ്യാം, കൂട്ടാനാണ് പഠിക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. 24.41 പ്ലസ് 21.09 പ്ലസ് 0.50 പ്ലസ് 4. ഓക്കെ, ദശാംശങ്ങൾ ആഡ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ സാധാരണ സംഖ്യകൾ ആഡ് ചെയ്യുന്ന പോലെ തന്നെയാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിങ്ങനെ താഴെ എഴുതുമ്പോൾ അതിൻ്റെ സ്ഥാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയുള്ള ആഡ് ചെയ്യൽ നമ്മൾ സാധാരണ പോലെ തന്നെ ബോറോ അല്ലെങ്കിൽ ക്യാരി ഒക്കെ എടുത്ത് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണോ അതേപോലെ തന്നെ ആഡ് ചെയ്യാം. ഓക്കെ, ശ്രദ്ധിക്കേണ്ട കാര്യം താഴെ എഴുതുമ്പോൾ ആ പോയിന്റുകളെല്ലാം ഒരേ സ്ഥാനത്ത് വരണം. അതേപോലെ ദശാംശ സ്ഥാനം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് വരുന്ന ദശാംശ സ്ഥാനം അതേ സ്ഥാനത്ത് വരണം. തിരിച്ചിങ്ങോട്ടും ഒറ്റയുടെയും 10ൻ്റെയൊക്കെ സ്ഥാനം കൃത്യമായിട്ട് താഴെ വരിക. എന്നിട്ട് സിമ്പിളായിട്ട് ആഡ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ എഴുതുമ്പോൾ മാത്രമാണ് ശ്രദ്ധിക്കേണ്ടുള്ളൂ. എല്ലാവരും ക്വസ്റ്റ്യൻ എഴുതിയെടുത്തെന്ന് കരുതുന്നു. നമുക്കിനി അത് ചെയ്ത് നോക്കാം. ഞാൻ അതെല്ലാം താഴെ എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടോ, 24.41 പ്ലസ് 21.09 പ്ലസ് 0.50 പ്ലസ് ക്വസ്റ്റ്യൻ 4 ആയിരുന്നു. പക്ഷേ ആഡ് ചെയ്യാൻ എളുപ്പത്തിന് ഞാനിവിടെ 2 0 പോയിന്റ് കഴിഞ്ഞിട്ട് 2 0 കൂടെ ആഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ 4.00. പോയിന്റ് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് വലതുഭാഗത്തേക്ക് എത്ര 0 ആഡ് ചെയ്താലും അതിൻ്റെ വാല്യൂവിൽ വ്യത്യാസമൊന്നും വരില്ല കേട്ടോ. അതും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ 0.5000 ഇങ്ങനെ എത്ര 0 വേണമെങ്കിലും ഇടാം. എന്നാലും അതിൻ്റെ വാല്യൂവിൽ വ്യത്യാസം വരില്ല. പോയിന്റ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് കൊടുന്ന് ഇവിടെ ഒന്നും 0 ഇടരുത് കേട്ടോ. ഈ ലാസ്റ്റിക്ക് എത്ര 0 ഇട്ടാലും വാല്യൂവിൽ വ്യത്യാസം വരില്ല. സോ ഞാനിവിടെ 4.00 എന്ന് എഴുതി വെച്ചു. കാരണം ബാക്കിയുള്ളിടത്തെല്ലാം 2 ദശാംശസ്ഥാനങ്ങളുണ്ട്. സോ ആഡ് ചെയ്യാൻ എളുപ്പത്തിന് ഒരു കൺഫ്യൂഷൻ വരേണ്ടത് എഴുതിയിട്ട് ഞാനിവിടെ 2 0 കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി സിമ്പിളായിട്ട് ആഡ് ചെയ്യുക. 9 1 10ക്ക് 0, ബാക്കി ഒരു 1, 4 1 5, 5 5 10ക്ക് 0, പിന്നെ ഒരു 1. അത് പോയിന്റിൻ്റെ ഇപ്പുറത്തേക്കാണ് വരുന്നത്, കുഴപ്പമൊന്നുമില്ല. നമ്മൾ സാധാരണ ആഡ് ചെയ്ത് പോവുക. പോയിന്റ് ആഡ് ചെയ്യുന്ന പോലെ തന്നെ ആഡ് ചെയ്ത് പോയിന്റ് ഇല്ലാതെ ആഡ് ചെയ്യുന്ന പോലെ തന്നെ ആഡ് ചെയ്ത് പോവുക. ഓക്കെ, പിന്നെ 4 4 8, 8 1 9, 9 1 10ക്ക് 0, അഗെയിൻ 1, പിന്നെ 2 2 4 1 5. പിന്നെ ഇവിടെ കണ്ടോ, എല്ലാ ആഡ് ചെയ്യേണ്ട എല്ലാ സംഖ്യയിലും പോയിന്റ് കഴിഞ്ഞിട്ട് 2 ദശാംശസ്ഥാനങ്ങൾ വരുന്നുണ്ടല്ലേ. സോ ആൻസറിലും പോയിന്റ് കഴിഞ്ഞിട്ട് 2 ദശാംശ സ്ഥാനങ്ങൾ വരണം. അപ്പോൾ ഇവിടെ ഞാനൊരു പോയിന്റ് കൊടുത്തു. സോ നമ്മുടെ ആൻസർ എന്താണ്? 50.00 അല്ലെങ്കിൽ 50 ആണ് ആൻസർ ആയിട്ട് വരിക. സിമ്പിൾ അല്ലേ? നമ്മളൊന്നും നോക്കാനില്ല. അത് എഴുതുന്ന സമയത്ത് തെറ്റിപ്പോകരുത്, സ്ഥാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറിപ്പോകരുത്. പിന്നെ കഴിയുന്നതും നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എല്ലാതിൻ്റെയും പോയിന്റ് കഴിഞ്ഞിട്ട് എല്ലാ സംഖ്യകൾ ആഡ് ചെയ്യേണ്ട എല്ലാ സംഖ്യകളിലും പോയിന്റ് കഴിഞ്ഞിട്ട് തുല്യം ദശാംശ സ്ഥാനങ്ങൾ വരുന്ന രീതിയിലൊന്ന് മാറ്റി എഴുതുക. ഇപ്പോൾ ഞാനിവിടെ 4.00 എഴുതിയ പോലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആൻസറിലും പോയിന്റ് കഴിഞ്ഞിട്ട് അത്രയും ദശാംശസ്ഥാനങ്ങൾ വരും. കണ്ടോ, ഇവിടെ എനിക്ക് ആഡ് ചെയ്യേണ്ട എല്ലാ സംഖ്യകളിലും പോയിന്റ് കഴിഞ്ഞ് 2 ദശാംശസ്ഥാനങ്ങളാണ് ഉള്ളത്. സോ ആൻസറിലും പോയിന്റ് കഴിഞ്ഞ് 2 ദശാംശസ്ഥാനം വേണം. സോ 2 0 മാറ്റി ഇവിടെ പോയിന്റ് കൊടുത്തു. അല്ലെങ്കിൽ ആ പോയിന്റ് നമ്മൾ അതേ പ്ലേസിലായിട്ടിരിക്കുന്നത്. സോ അവിടെ ഒരു പോയിന്റ് കൊടുക്കുക. അങ്ങനെയാണ്
ദശാംശ സംഖ്യകൾ ആഡ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരുന്നത്? 3.3 പ്ലസ് 3.33 പ്ലസ് 3.333. ഓക്കെ, അപ്പോൾ നമുക്ക് അത് നേരെ അതത് സ്ഥാനം നോക്കിയിട്ട് എഴുതി വെക്കുക. അപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട് 3.3 പ്ലസ് 3.33 പ്ലസ് 3.333 എന്ന് വന്നിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കിവിടെ ഒന്ന് പോയിന്റ് കഴിഞ്ഞ് വരുന്ന സ്ഥാനങ്ങൾ തുല്യമാക്കാൻ വേണ്ടിയിട്ട് ഇവിടെയൊക്കെ കുറച്ച് പൂജ്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. നിർബന്ധമില്ല, വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഓക്കെ, ഇനി ആൻസർ സെയിം ആയിരിക്കും. ഇനി നമുക്ക് ആഡ് ചെയ്യാം. ഈ ഒരു പോർഷൻ ആഡ് ചെയ്യുമ്പോൾ 0 0 3 3 എന്ന് വരും. ഇവിടെ 0 3 3 6 എന്ന് വരും. ഇവിടെ 3 3 3 9 എന്ന് വരും. പിന്നെ പോയിന്റ് അതേ സ്ഥാനത്ത് എടുത്തു 3 3 3 9. ഓക്കെ, സോ നമ്മുടെ ആൻസർ 9.963 എന്നാണ് വരുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. 0.7 പ്ലസ് 0.77 പ്ലസ് 0.777 പ്ലസ് 0.7777. ഓക്കെ, നിങ്ങൾ ചെയ്ത് നോക്കുക. വീഡിയോ പോസ് ചെയ്യുക. നിങ്ങൾ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുക. ഓക്കെ, എല്ലാവരും വീഡിയോ പോസ് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിച്ചിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഇതിൻ്റെ ആൻസർ എഴുതുകയാണ്. ഇതിൻ്റെ ആൻസർ വരുന്നത് 3.0247. 3.0247 ഇതിൻ്റെ ഉത്തരം വരുന്നത്. ഓക്കെ, 3.0247. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ ദശാംശ സംഖ്യകളുടെ അഡിഷൻ സിമ്പിളാണ്. ആ പോയിൻ്റൊക്കെ എഴുതുന്ന സമയത്ത് നിങ്ങൾ സ്ഥാനങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ആവശ്യമെങ്കിൽ ഇപ്പുറത്ത് നമ്മൾ പോയിന്റ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് സീറോസ് ആഡ് ചെയ്യാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പോൾ ഇതിൽ ഏറ്റവും വലുതെന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ ദശാംശ സ്ഥാനങ്ങൾ വരുന്നത് പറയുമ്പോൾ 4 സ്ഥാനങ്ങൾ വരുന്നുണ്ട്. നമുക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് ആവശ്യമെങ്കിൽ 0.7000 3 പൂജ്യങ്ങൾ ആഡ് ചെയ്യാം. ആ ഒരു സ്ഥാനം കൃത്യമാക്കണം എന്നുണ്ടെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ എഴുതുന്ന സമയത്ത് കൃത്യമായിട്ട് താഴെ എഴുതിയാലും മതി. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ദശാംശ സംഖ്യകൾ കുറയ്ക്കാനാണ്, സബ്ട്രാക്ഷൻ. ഞാൻ ഇവിടെ ക്വസ്റ്റ്യൻ എഴുതി വെച്ചിട്ടുണ്ട്. 3 കുറയ്ക്കണം 0.42. നമ്മൾ അഡിഷൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും ആ സ്ഥാനങ്ങൾ കൃത്യമായിട്ട് എഴുതാം. ഓക്കെ, ഇവിടെ എനിക്ക് ഇവിടെ 0.4 എന്ന് പറയുമ്പോൾ 2 ദശാംശ സ്ഥാനം ഉണ്ട് അല്ലേ. സോ ഞാൻ ഒന്ന് കുറയ്ക്കുമ്പോൾ എനിക്ക് തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് 3ൻ്റെ കൂടെയും 2 ദശാംശ സ്ഥാനങ്ങൾ കൊടുത്തു. ഞാൻ പറഞ്ഞു പോയിന്റ് കഴിഞ്ഞ് വലതുഭാഗത്തോട്ട് ലാസ്റ്റ് എത്ര സീറോ എഴുതിയാലും വാല്യൂവിൽ മാറ്റം വരില്ല. സോ ഞാൻ എന്ത് ചെയ്തു, 3.00 എന്ന് എഴുതി മൈനസ് 0.42 എന്ന് എഴുതി. ഇത് മൈനസ് ചെയ്യാം. ഓക്കെ, ഈ 0 നിന്ന് 2 മൈനസ് ചെയ്യാൻ പറ്റില്ല. സോ ഞാൻ ഇവിടെ നിന്ന് കടെടുത്തു. ഇവിടെ നിന്നും കടെടുക്കാൻ പറ്റില്ല. 3 ഞാനൊന്ന് കടെടുത്തു. അപ്പോൾ ഇവിടെ എന്തായി, ഇവിടെ 9 ആയി, ഇവിടെ 9 ആയി, ഇവിടെ 10 ആയി. ഓക്കെ, 10 നിന്ന് 2 കുറച്ച് കഴിഞ്ഞാൽ 8 എന്ന് വരും. 9 നിന്ന് 4 കുറച്ച് കഴിഞ്ഞാൽ 5 എന്ന് വരും. പോയിൻ്റ് അങ്ങനെ എഴുതി കൊടുത്തു. ഇവിടെ 3 ഒന്ന് കടെടുത്തല്ലോ. സോ ഇവിടെ 2 ഉണ്ടാവുള്ളൂ. സോ നമ്മുടെ ഫൈനൽ ആൻസർ 2.58 എന്ന് വന്നു. ഓക്കെ, ഇവിടെ നോക്കുക. എനിക്ക് മൈനസ് ചെയ്യേണ്ട 2 സംഖ്യകളിലും ദശാംശ സ്ഥാനം കഴിഞ്ഞിട്ട് 2 സ്ഥാനങ്ങളുണ്ട്. സോ ആൻസറിലും പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മൈനസ് ചെയ്യുമ്പോൾ ആ സ്ഥാനം അല്ലെങ്കിൽ പോയിന്റ് കൃത്യം ഒരേ ലൈനിൽ വരുന്ന രീതിയിൽ എഴുതുക. താഴോട്ട് നമ്മൾ സാധാ സംഖ്യകൾ മൈനസ് ചെയ്യുന്ന പോലെ തന്നെ മൈനസ് ചെയ്ത് കൊണ്ടുവരിക. അടുത്ത ക്വസ്റ്റ്യൻ 1 മൈനസ് 0.85. 1 കുറയ്ക്കണം 0.85. ഓക്കെ, ഈ ഞാനത് താഴെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ 0 ആണ്. സോ ഇവിടെ നിന്ന് കടെടുത്തു. ഒന്ന് കടെടുക്കുമ്പോൾ ഇവിടെ 9 ആവും, ഇവിടെ 10 ആവും. ഓക്കെ, 10 നിന്ന് 5 കുറച്ച് കഴിഞ്ഞാൽ 5, 9 നിന്ന് 8 കുറച്ച് കഴിഞ്ഞാൽ 1. ഈ പോയിൻ്റ് അങ്ങനെ എഴുതി. ഇവിടെ 1 ഇല്ല, 1 ഞാൻ കടെടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. സോ 0. സോ ഇതിൻ്റെ ആൻസർ 0.15 ആണ് ആൻസർ ആയിട്ട് വരിക. 1 കുറയ്ക്കണം 0.85ൻ്റെ ഉത്തരം 0.15. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതും സബ്ട്രാക്ഷൻ അല്ലെങ്കിൽ ഭിന്നസംഖ്യകൾ കുറയ്ക്കാനുള്ള ചോദ്യം തന്നെയാണ്. അതിന് ടൈപ്പ് ഒന്നും മാറ്റിയെന്ന് മാത്രം. ഈ രീതിയിലൊക്കെയാണ് അധികം ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ദശാംശസംഖ്യകൾ കുറയ്ക്കാൻ അറിയുന്നുണ്ടെങ്കിൽ സിമ്പിളാണ്. ഇത് എങ്ങനെ കുറയ്ക്കണമെന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. 98.15 എത്ര കൂട്ടിയാൽ 100 കിട്ടും? ഓക്കെ, ചിലപ്പോൾ ചിലരത് എക്സും വൈ ഒക്കെ എടുത്ത് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ 98.15 പ്ലസ് എക്സ് സമം 100. സോ എക്സ് സമം 100 കുറയ്ക്കാൻ 98.15. അതും ശരി തന്നെയാണ്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മളോട് ചോദിക്കുകയാണ്
8നോട് എത്ര കൂട്ടിയാൽ 10 കിട്ടും? നമ്മൾ സിമ്പിളായിട്ട് 2 ഉത്തരം പറഞ്ഞു. നമ്മൾ എങ്ങനെ 2 ഉത്തരം പറഞ്ഞ് 10 8 കുറച്ചു അല്ലേ? ഇനി വേറെ ക്വസ്റ്റ്യൻ നോക്കിയാണ്, 1നോട് എത്ര കൂട്ടിയാൽ 5 കിട്ടും? നമുക്കറിയാം ഉത്തരം 4. എങ്ങനെ 4 കിട്ടിയേ? 5-ന്ന് 1 കുറച്ചു. അതേപോലെ 98.15നോട് എത്ര കൂട്ടിയാൽ 100 കിട്ടും ചോദിച്ചാൽ എന്താ ചെയ്യേണ്ടത്? 100-ന്ന് 98.15 കുറയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ് ഒന്നും എടുത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ എത്ര കൂട്ടിയാൽ 100 കിട്ടുന്നതാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എത്ര കൂട്ടിയാൽ ഇന്ന സംഖ്യ കിട്ടുന്ന ചോദിച്ചിരിക്കുക, അതിന്ന് ഏത് സംഖ്യയോടാണോ കൂട്ടുന്നത് ആ സംഖ്യ കുറച്ചാൽ മതി. ഓക്കെ, നമ്മൾ ഈ ഭിന്നസംഖ്യയും ദശാംശസംഖ്യയൊക്കെ മാറ്റിയിട്ട് സാധാ സംഖ്യ വെച്ചൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ 7നോട് എത്ര കൂട്ടിയാൽ 10 കിട്ടും? നമ്മൾ 10-ന്ന് 7 കുറയ്ക്കും 3. അതേപോലെ 98.15നോട് എത്ര കൂട്ടിയാൽ 100 കിട്ടും? നമ്മൾ 100-ന്ന് 98.15 കുറയ്ക്കും. ഓക്കെ, അപ്പം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 100 കുറയ്ക്കണം 98.15. അത് എഴുതുന്നതിന് മുന്നേ 98.15 പറയുമ്പോൾ ദശാംശ സ്ഥാനം അല്ലെങ്കിൽ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനങ്ങൾ വരുന്നുണ്ട്. സോ എനിക്ക് കുറയ്ക്കാൻ എളുപ്പത്തിന് അതിനിവിടെ 0 കൊടുത്തു വെച്ചു. സോ 100.00 കുറയ്ക്കണം 98.15. ഓക്കെ, ഇത് കുറയ്ക്കാൻ പോവുകയാണ്. ഇവിടെയൊക്കെ 0ആണ്. 0-5 0-1 ഒന്നും കുറയ്ക്കാൻ പറ്റില്ല. സോ കടെടുക്കാൻ പോകുമ്പോൾ ഇവിടെയൊക്കെ 0. അപ്പോൾ ഞാൻ ഈ 1-ന്ന് കടെടുത്തു. 1-ന്ന് കടെടുക്കുമ്പോൾ ഇത് 10 ആവും, ബാക്കിയുള്ളതെല്ലാം 9. ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, സാധാരണ കുറയ്ക്കണ പോലെ തന്നെയാണ് അല്ലേ? അപ്പോൾ നമുക്ക് കുറയ്ക്കാം. ഈ 1 എന്തായിപ്പോയി? 1 0 ആയിപ്പോയി. 10-ന്ന് 5 കുറച്ചാൽ 5, 9-ന്ന് 1 കുറച്ചാൽ 8. ആ പോയിൻ്റ് അങ്ങനെ എഴുതിയിട്ടുണ്ട്. ഈ 9-ന്ന് 8 കുറച്ച് കഴിഞ്ഞാൽ 1 കിട്ടും. പിന്നെ 9-ന്ന് 9 കുറച്ചാൽ 0, പിന്നെ ഇവിടെയും 0. സോ 0 0 വേണമെങ്കിൽ എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ 1.85 ഉത്തരം വരിക. ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. നമ്മൾ ടീച്ചേഴ്സുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചോദിക്കാം. ഇവിടെ എങ്ങനെ 9 വന്നു എന്നൊക്കെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ചോദിച്ചാൽ. നാണക്കേടില്ലെന്നൊന്നും കരുതുന്നില്ല. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ചോദിക്കാം. മിക്കവാറും അറിയുന്നുണ്ടായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. നമ്മൾ ഒരു സ്ഥാനം ഇങ്ങനെ മാറ്റി കല്ലെടുത്ത് പോകുമ്പോൾ ഇവിടെ 10 ആവും, 10-ന്ന് വീണ്ടും കല്ലെടുക്കുമ്പോൾ 9 ആവും, അങ്ങനെയാണ് വരുന്നത്. എനിവേ നമ്മളിങ്ങനെ 0 0 ഒക്കെ ഉള്ളിടത്ത് കല്ലെടുക്കുമ്പോൾ ഏറ്റവും ലാസ്റ്റ് 10 വരിക, ബാക്കിയുള്ള സ്ഥാനങ്ങളിലൊക്കെ 9 വരിക. ആർക്കെങ്കിലും അറിയില്ലെന്നുണ്ടെങ്കിൽ ചോദിച്ചോളൂ. നമ്മളടുത്ത് ഡൗട്ട് ക്ലിയറിങ് സെക്ഷൻ ഉണ്ടായിരിക്കും, അന്നേരം ചോദിച്ചോളൂ കൊണ്ടു. അപ്പോൾ എന്തായാലും ബാക്കിയുള്ളതൊക്കെ നമ്മൾ സാധാരണ സംഖ്യകൾ കുറയ്ക്കണ പോലെ തന്നെ 15 കുറച്ച് 5, 9-1 കുറച്ച് 8 അങ്ങനെ കുറച്ച് പോന്നു. ആ പോയിന്റും അതേ സ്ഥാനത്ത് ഇട്ട് കൊടുത്തു. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറയ്ക്കേണ്ട 2 സംഖ്യകളിലും പോയിന്റ് കഴിഞ്ഞ് 2 ദശാംശ സ്ഥാനങ്ങൾ വരുന്നുണ്ട്. സോ ആൻസറിലും പോയിന്റ് കഴിഞ്ഞിട്ട് 2 സ്ഥാനം വരണം. സോ 1.85 നമ്മുടെ ഉത്തരം വരിക. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ മനസ്സിലാക്കുക, ഇത് സബ്ട്രാക്ഷൻ അല്ലെങ്കിൽ മൈനസ് ചെയ്യാനുള്ള കുറയ്ക്കാനുള്ള ചോദ്യങ്ങളാണ്. എക്സും വൈ ഒക്കെ എടുക്കണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സദാ കുഞ്ഞു നമ്പേഴ്സ് വെച്ചിട്ടൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ 5നോട് എത്ര കൂട്ടിയാൽ 8 കിട്ടും ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? 8-ന്ന് 5 കുറയ്ക്കും 3. അതേപോലെ 98.15നോട് എത്ര കൂട്ടിയാൽ 100 കിട്ടും ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? 100-ന്ന് 98.15 കുറയ്ക്കുക. അപ്പോൾ പിന്നെ ദശാംശസംഖ്യ എങ്ങനെയാണോ കുറയ്ക്കുന്നത് ആ രീതിയിൽ കുറച്ചിട്ട് ആൻസർ കാണുക. ഇവിടെ നമ്മുടെ ആൻസർ വരിക 1.85. നമ്മുടെ ഫൈനൽ ആൻസർ 1.85 വരുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ദശാംശ സംഖ്യകൾ ഗുണിക്കാനും ഹരിക്കാനുമാണ്. അപ്പോൾ നമ്മൾ ഈ ദശാംശ സംഖ്യകളുടെ മൾട്ടിപ്ലിക്കേഷൻ ഗുണനം പഠിക്കാൻ പോവുകയാണ്. ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ എഴുതി വെച്ചിട്ടുണ്ട്. 1.2 ഗുണിക്കണം 8.1. എങ്ങനെ ഗുണിക്കുക? നമ്മൾ സാധാരണ ഈ സംഖ്യകൾ പോയിന്റ് ഇല്ലാതെ എങ്ങനെയാണോ ഗുണിക്കുന്നത് ആ രീതിയിൽ ഗുണിച്ചിട്ടൊന്ന് ആൻസർ കാണാം. ഞാനിവിടെ ചെയ്യാം. 1.2 8.1 പറഞ്ഞാൽ പോയിന്റ് ഇല്ലാതെ നോക്കുമ്പോൾ എന്താണ്? 12 81 ആണ് അല്ലേ? സോ ഗുണിക്കുക. 1 2 2, 1 1 1, 1 8 2 16 6, ബാക്കി 1 1 8 8 1 9, പിന്നെ 2 6 1 7, 972 നമുക്ക് ഉത്തരം കിട്ടും. ഓക്കെ, 972. ഇനി പോയിന്റ് കൊടുക്കുക. ഇവിടെ ഗുണിക്കേണ്ട ഒന്നാമത്തെ സംഖ്യയിൽ ഒരു ദശാംശ സ്ഥാനമുണ്ട്, രണ്ടാമത്തെ സംഖ്യയിലും ഒരു ദശാംശ സ്ഥാനമുണ്ട്. സോ ടോട്ടൽ എത്രയാണ്? ടോട്ടൽ 2 ദശാംശ സ്ഥാനങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ആൻസറിലും എന്ത് വേണം? 2 ദശാംശ സ്ഥാനങ്ങൾ വേണം, അല്ലെങ്കിൽ പോയിന്റ് കഴിഞ്ഞ് 2 നമ്പേഴ്സ് വേണം. സോ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് കൗണ്ട് ചെയ്യുക കേട്ടോ. പോയിന്റ് കൊടുക്കുമ്പോൾ നമ്മൾ ബാക്കിൽ നിന്ന് മുന്നോട്ടാണ് കൗണ്ട് ചെയ്യേണ്ടത്. അപ്പോൾ 1 2 ഈ 2 സ്ഥാനങ്ങൾ മാറ്റിയിട്ട്
ഇവിടെ പോയിന്റ് കൊടുത്തു. സോ ആൻസർ എന്താണ്? 9.72. ഓക്കെ, നമ്മൾ പിന്നെ ദശാംശങ്ങൾ ആഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ 1.2 8.1 ആഡ് ചെയ്യുമ്പോൾ എന്താ നോക്കുക, ആഡ് ചെയ്യേണ്ട എല്ലാ സംഖ്യകളിലും പോയിന്റ് കഴിഞ്ഞ് എത്ര ദശാംശ സ്ഥാനങ്ങളാണോ ഉള്ളത് അത്ര സ്ഥാനങ്ങൾ തന്നെയാണ് ആൻസറിലും ഉണ്ടാവുക. കൂട്ടുന്ന സമയത്ത് ഇപ്പം ഞാൻ മൾട്ടിപ്ലിക്കേഷൻ അല്ല കേട്ടോ പറയുന്നത്, ഇതിന് മുന്നേ ചെയ്ത കാര്യമാണ്. ആഡ് ചെയ്യുമ്പോൾ കൂട്ടുമ്പോൾ ഇവിടെ ഒരു സ്ഥാനമുണ്ട്, ഇവിടെ ഒരു സ്ഥാനമുണ്ട്. സോ ആൻസറിലും ഒരു സ്ഥാനമേ ഉണ്ടാവുള്ളൂ കൂട്ടുമ്പോൾ. പക്ഷേ ഇതെന്താണ്? ഗുണിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? നമ്മളത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യണം. ഓക്കെ, ഗുണിക്കേണ്ട രണ്ട് സംഖ്യകളിലും എത്ര ദശാംശ സ്ഥാനങ്ങൾ ഉണ്ട് നോക്കുക, അത് രണ്ടും കൂടെ കൂട്ടിയിട്ട് എത്ര സ്ഥാനമാണോ വരുന്നത് അത് ഇവിടെ കൊടുക്കുക. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു ദശാംശ സ്ഥാനമാണ് ഉള്ളത് പോയിന്റ് കഴിഞ്ഞിട്ട്, ഇവിടെയും ഒന്നാണുള്ളത്. സോ ആൻസറിൽ എന്ത് വേണം? പോയിന്റ് കഴിഞ്ഞ് രണ്ട് സംഖ്യകൾ വേണം, അല്ലെങ്കിൽ അവിടെ രണ്ട് ദശാംശ സ്ഥാനങ്ങൾ വേണം. അതിനനുസരിച്ച് ബാക്ക് നിങ്ങോട്ട് മുന്നോട്ട് കൗണ്ട് ചെയ്തിട്ട് ഇവിടെ പോയിന്റ് കൊടുക്കുക. ക്ലിയർ ആണോ? 1-2 ക്വസ്റ്റ്യനും കൂടെ ചെയ്യുമ്പോൾ സെറ്റ് ആവും. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതാണ് വരുന്നത്. 3.6 ഇൻറ്റു 2.411. ഓക്കെ, ഇതിൻ്റെ ആൻസർ എങ്ങനെ കാണാം? പോയിന്റ് ഒഴിവാക്കിയിട്ട് ഗുണിക്കുക എന്ന് വെച്ചാൽ 36 ഇൻറ്റു 2411 ചെയ്യാം. ഓക്കെ, അത് നിങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്യുമ്പോൾ നമുക്ക് എന്താ ഉത്തരം കിട്ടുക? ഇതാണ് കേട്ടോ ഉത്തരം കിട്ടുക. ഞാൻ അഗെയിൻ സാധാരണ ഗുണനല്ല ഞാൻ ചെയ്യുന്നില്ല. അപ്പോൾ പോയിന്റ് ഒഴിവാക്കിയിട്ട് ഗുണിക്കുക ആദ്യം. ഈ 2411 ഇൻറ്റു 36 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആൻസറാണ് കിട്ടുക. നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് എന്താണ്? ഇതിലെവിടെ പോയിന്റ് കൊടുക്കും? നമ്മുടെ ടോപ്പിക് അതല്ലേ, ദശാംശസംഖ്യകളല്ലേ നമ്മുടെ ടോപ്പിക്ക്. ഇതിലെവിടെ പോയിന്റ് കൊടുക്കും എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കിക്കേ, ഗുണിക്കേണ്ട രണ്ട് സംഖ്യകൾ നോക്കി. ഏതൊക്കെയാണ്? 3.6 ഉണ്ട്, 2.411 ഉണ്ട്. 3.6 എത്ര ദശാംശ സ്ഥാനം ഉണ്ട്? ഒരു ദശാംശ സ്ഥാനമേ ഉള്ളൂ. എന്ന് വെച്ചാൽ പോയിന്റ് കഴിഞ്ഞിട്ട് ആകെ ഒരു സംഖ്യയെ വരുന്നുള്ളൂ. 2.411 എത്ര ദശാംശ സ്ഥാനങ്ങളുണ്ട്? 3 ഉണ്ട്. ഇവിടെ കണ്ടോ, പോയിന്റ് കഴിഞ്ഞ് 3 സംഖ്യകൾ വരുന്നുണ്ട്. സോ 3 ദശാംശ സ്ഥാനങ്ങൾ വരുന്നുണ്ട്. ടോട്ടൽ എത്രയായി? ടോട്ടൽ ഈ 3ഉം 1ഉം 4 ദശാംശ സ്ഥാനങ്ങളുണ്ട്. സോ ആൻസറിൽ 4 ദശാംശ സ്ഥാനങ്ങൾ വേണം. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് പറയാം? പോയിന്റ് കഴിഞ്ഞ് 4 സംഖ്യകൾ വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ബാക്ക് നിന്ന് ഇങ്ങോട്ട് കൗണ്ട് ചെയ്തിട്ട് 4 സംഖ്യ മാറ്റി പോയിന്റ് കൊടുക്കുക. 1 2 3 4. അപ്പോൾ ഇവിടെ പോയിന്റ് കൊടുക്കുക നമുക്ക്. ഓക്കെ, നമ്മുടെ ആൻസർ എന്താണ്? 8.66796. ഇത് സാധാരണ ഗുണിക്കണ പോലെ ഗുണിക്കുക. നമ്മൾ പഠിക്കാൻ പോകുന്നത് പോയിന്റ് എങ്ങനെ കൊടുക്കും എന്നുള്ളതാണ്. സോ നമ്മൾ ഗുണിക്കേണ്ട രണ്ട് സംഖ്യകൾ നോക്കുക. ഗുണിക്കേണ്ട ഒന്നാമത്തെ സംഖ്യയിൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനം വരുന്നുണ്ട്. ഗുണിക്കേണ്ട രണ്ടാമത്തെ സംഖ്യയിൽ പോയിന്റ് കഴിഞ്ഞ് 3 സ്ഥാനമാണ് വന്നിരിക്കുന്നത്. സോ നമ്മുടെ ആൻസറിൽ ആ 3 3 4 പോയിന്റ് കഴിഞ്ഞ് 4 സ്ഥാനങ്ങൾ വരണം. അപ്പോൾ അതിനനുസരിച്ച് ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് എണ്ണി മാറ്റി 4 സ്ഥാനം മാറ്റി പോയിന്റ് കൊടുക്കുക. സോ നമ്മുടെ ആൻസർ 8.6796 ആണ് വരിക. അടുത്തൊരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. 8 ഗുണിക്കണം 0.8 ഗുണിക്കണം 0.008. നമ്മൾ എങ്ങനെ ചെയ്യുക? പോയിന്റുകളൊക്കെ മാറ്റിയിട്ട് ഏതാണോ സംഖ്യകൾ ആ സംഖ്യകൾ സാധാരണ പോലെ ഗുണിക്കുക. ഇവിടെ പോയിന്റൊക്കെ മാറ്റി കഴിഞ്ഞാൽ എന്താണ്? 3 8 ഗുണിക്കാണ്ട് അല്ലേ? 8 ഗുണിക്കണം 8 ഇവിടെ ഉള്ളത്. അപ്പോൾ 8 8 64. പിന്നെ 64 ഗുണിക്കണം 8 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര ഉത്തരം കിട്ടും? 512 ഉത്തരം കിട്ടുക. 512. ഇനിയാണ് നമ്മുടെ ഡ്യൂട്ടി. എന്താണ്? പോയിന്റ് കൊടുക്കണം. ദശാംശ സംഖ്യകൾ അനുസരിച്ച് അല്ലെങ്കിൽ ദശാംശ സ്ഥാനങ്ങൾ അനുസരിച്ച് പോയിന്റ് കൊടുക്കണം. നമ്മൾ ക്വസ്റ്റ്യനിൽ നോക്കി, ഒന്നാമത്തെ സംഖ്യയിൽ ഒരു ദശാംശ സ്ഥാനവും വരുന്നില്ല, പോയിന്റ് കഴിഞ്ഞ് ഒരു സംഖ്യ വരുന്നില്ല. ഓക്കെ, വിട്ടു. രണ്ടാമത്തെ സംഖ്യയിൽ പോയിന്റ് കഴിഞ്ഞ് ഒരു സ്ഥാനം വരുന്നുണ്ട്. സോ ഇവിടെ ഒരു ദശാംശ സ്ഥാനം ഉണ്ട്. ഗുണിക്കേണ്ട മൂന്നാമത്തെ സംഖ്യയിൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ പറയാം. മൂന്നാമത്തെ സംഖ്യയിൽ പോയിന്റ് കഴിഞ്ഞ് 3 സ്ഥാനങ്ങൾ വരുന്നുണ്ട്. ഇവിടെ 3 ദശാംശ സ്ഥാനങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഈ 3ഉം 1ഉം 4 ദശാംശ സ്ഥാനങ്ങളുണ്ട്. ക്വസ്റ്റ്യനിൽ പോയിന്റ് കഴിഞ്ഞ് 4 സംഖ്യകൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ 4 ദശാംശ സ്ഥാനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ആൻസറിൽ എന്ത് വേണം? ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് എണ്ണി മാറ്റി 4 സ്ഥാനങ്ങൾ മാറ്റി പോയിന്റ് കൊടുക്കണം. നമ്മുടെ ആൻസർ എന്താണ്? 512 ആണ്. പക്ഷേ ഇവിടെ ആകെ 3 സംഖ്യയേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ഇവിടെ ഒരു 0 കൊടുക്കുക കേട്ടോ. മുന്നിലൊരു 0 കൊടുത്തിട്ട് പോയിന്റ് കൊടുക്കുക. ഓക്കെ, ബാക്കിൽ 0 കൊടുക്കരുത്. ബാക്കിൽ 0 കൊടുത്താൽ വാല്യൂവിന് വ്യത്യാസം വരില്ല. സോ എന്ത് ചെയ്യണം? മുന്നിലൊരു 0 കൊടുത്തിട്ട് ഇവിടെ പോയിന്റ് കൊടുക്കുക. ഇപ്പോൾ നോക്കിക്കേ, ആൻസറിലും പോയിന്റ് കഴിഞ്ഞ് 4 സ്ഥാനങ്ങളായി. ഓക്കെ,
ഒന്നും കൂടെ പറയാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു 8 ഇൻറ്റു 0.8 ഇൻറ്റു 0.008 ആയിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഇവിടെ ഒന്നാമത്തെ സംഖ്യയിൽ ദശാംശസ്ഥാനം ഒന്നുമില്ല, രണ്ടാമത്തേൽ ഒരു ദശാംശസ്ഥാനം വരുന്നുണ്ട്, മൂന്നാമത്തേൽ 3 ദശാംശസ്ഥാനം വരുന്നുണ്ട്. സോ ആൻസറിൽ ഈ 3 3 4 സ്ഥാനങ്ങൾ വേണം, 4 ദശാംശ സ്ഥാനങ്ങൾ വേണം. സോ ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് എണ്ണി മാറ്റി 4 സ്ഥാനങ്ങൾ മാറ്റി പോയിന്റ് കൊടുക്കണം. നമ്മുടെ ആൻസറിലാണെങ്കിൽ 3 അക്കങ്ങളേ ഉള്ളൂ. അപ്പോൾ നമ്മളൊരു 0 ആഡ് ചെയ്ത് കൊടുക്കണം. 0 എവിടെ ആഡ് ചെയ്യണം? ഈ ഭാഗത്താണ് 0 ആഡ് ചെയ്യേണ്ടത്. 0 ആഡ് ചെയ്തു. സോ 0.0512 നമ്മുടെ ഉത്തരം വരിക. അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. 6 ഗുണിക്കണം 0.6 ഗുണിക്കണം 0.006. വീഡിയോ പോസ് ചെയ്യുക, നിങ്ങൾ ചെയ്തതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുക. എല്ലാവരും ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇതിൻ്റെ ഉത്തരം വരുന്നത് 0.0216. നേരത്തെ പോലെ തന്നെ നിങ്ങൾ ഒരു സ്ഥാനത്തിന് എക്സ്ട്രാ ഒരു 0 ഒക്കെ കൊടുക്കേണ്ട ആവശ്യം വരും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. 0.2 ഇൻറ്റു 0.2 ഇൻറ്റു 0.2. ഇതെങ്ങനെ ചെയ്യുക? നമ്മൾ ഈ പോയിന്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ ഇത് 2 ഇൻറ്റു 2 ഇൻറ്റു 2 ആണ് അല്ലേ? സോ 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു 2 8 എന്ന് വരും. പക്ഷേ ഇവിടെ നമ്മൾ പോയിന്റ് കൊടുക്കണം. ഒന്നാമത്തേൽ ഒരു ദശാംശ സ്ഥാനമുണ്ട്, രണ്ടാമത്തേലും ഒരു ദശാംശ സ്ഥാനമുണ്ട്, മൂന്നാമത്തേലും ഒരു ദശാംശ സ്ഥാനമുണ്ട്. സോ നമ്മുടെ ആൻസറിൽ ടോട്ടൽ 3 ദശാംശ സ്ഥാനം വരണം, അല്ലെങ്കിൽ പോയിന്റ് കഴിഞ്ഞ് 3 സംഖ്യകൾ വരണം. ഇവിടെ ആകെ ഒരു 8 ഉള്ളൂ. അപ്പോൾ നമ്മൾ 2 എക്സ്ട്രാ 0 ആഡ് ചെയ്യണം. 0 എവിടെ ആഡ് ചെയ്യുക? ഇത് ഫ്രണ്ടിലാണ് ആഡ് ചെയ്തെടുക്കേണ്ടത്. സോ 0.008 എന്ന് ഉത്തരം വരും, അല്ലെങ്കിൽ 0.008 എന്നാണ് ഉത്തരം വരുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ചെയ്യാനൊരു ക്വസ്റ്റ്യൻ തരാം. നിങ്ങളെല്ലാവരും ക്വസ്റ്റ്യൻ എഴുതിയതിന് ശേഷം വീഡിയോ പോസ് ചെയ്തിട്ട് അതിൻ്റെ ആൻസർ ഒന്ന് കണ്ടുപിടിക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്. 0.1 ഇൻറ്റു 0.01 ഇൻറ്റു 1001. ഓക്കെ, 0.1 ഇൻറ്റു 0.01 ഇൻറ്റു 1001 എന്നാണ് ക്വസ്റ്റ്യൻ. വീഡിയോ പോസ് ചെയ്യുക, നിങ്ങൾ ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കുക. എല്ലാവരും ആൻസർ ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇതിൻ്റെ ഉത്തരം എന്താണ്? 1.001 ഉത്തരം കിട്ടുക. ഓക്കെ, ഇനി മൾട്ടിപ്ലിക്കേഷൻ തന്നെ, പക്ഷെ വേറൊരു രീതിയിൽ ചോദിക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ 2 ദശാംശങ്ങൾ ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാൻ തരുന്നതിനേക്കാളും എളുപ്പമാണ് ഈ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ. ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരിക? 34 ഇൻറ്റു 538 18,192 ആയാൽ 3.4 ഇൻറ്റു 5.38 എത്ര? അങ്ങനെയാണ് ക്വസ്റ്റ്യൻ. സോ ഒന്നെങ്കിൽ നമ്മൾ സാധാരണ ഇപ്പോൾ ഈ സംഖ്യകൾ മാത്രമാണ് തന്നെന്നുണ്ടെങ്കിൽ ഇതാ 3.4 ഇൻറ്റു 5.38 മാത്രം തന്നു, അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ആ പോയിൻ്റൊക്കെ മാറ്റി അങ്ങോട്ട് എഴുതും അല്ലേ? 34 ഇൻറ്റു 538 എഴുതും, എന്നിട്ട് ഉത്തരം കണ്ടുപിടിക്കും, എന്നിട്ട് അതിനനുസരിച്ച് പോയിന്റ് കൊടുക്കും. അങ്ങനെയല്ലേ ചെയ്യാം. പക്ഷേ ഇവിടെ നമ്മുടെ ആ ഒരു സ്റ്റെപ്പ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സ്റ്റെപ്പ് ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. 34 ഇൻറ്റു 538 സമം എത്ര തന്നിട്ടുണ്ട്. സോ നമുക്ക് അത് ഗുണിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ആൻസർ കിട്ടി. എത്രയാണ്? 18,292 ആൻസർ കിട്ടി. നമ്മുടെ പണി എന്ത് മാത്രമാണ്? ഈ ദശാംശസ്ഥാനം നോക്കി പോയിന്റ് കൊടുക്കുന്നത് മാത്രമാണ് നമ്മുടെ പണി. ക്വസ്റ്റ്യനിൽ ഇവിടെ ഒരു ദശാംശസ്ഥാനമുണ്ട്, ഇവിടെ 2 ദശാംശസ്ഥാനമുണ്ട്. സോ ആൻസറിൽ എന്ത് വേണം? 3 സ്ഥാനങ്ങൾ വേണം, 3 ദശാംശസ്ഥാനങ്ങൾ വേണം. സോ ബാക്ക് നിങ്ങളുടെ എണ്ണി മാറ്റിയിട്ട് 3 സംഖ്യകൾ മാറ്റിയിട്ട് ഇവിടെ പോയിന്റ് കൊടുക്കുക. സോ നമ്മുടെ ആൻസർ 18.292 ആണ്. സത്യം പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ, അതായത് ദശാംശങ്ങൾ ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാൻ തരുന്നതിനേക്കാളും എളുപ്പമാണ് ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ. ഇവിടെ എന്താണ് നമ്മൾ സാധാരണ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോയിന്റ് മാറ്റി നമ്മൾ ഗുണിച്ച് ഉത്തരം കണ്ടുപിടിക്കണം. പക്ഷേ ഇവിടെ ഓൾറെഡി ക്വസ്റ്റ്യനിൽ ഉത്തരം തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ ഉത്തരം കണ്ട് എടുത്ത് എഴുതിയിട്ട് ഇതിനനുസരിച്ച് പോയിന്റ് ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ടൈപ്പ് ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. ഇതാ നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യനാണ്. 865 ഇൻറ്റു 3651. അതിൻ്റെ ഉത്തരം എന്താണ്? 31, 58, 115 ഉത്തരം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് കണ്ടുപിടിക്കണം? 8.65 ഇൻറ്റു 3.651 എത്രയാണ് കണ്ടുപിടിക്കണം. ഓക്കെ, വീഡിയോ പോസ്റ്റ് ചെയ്യുക, എല്ലാവരും ചെയ്യാം. നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ ഉത്തരം എന്താണെന്ന് വെച്ചാൽ 31.5815.
ഇവിടെ മൊത്തം 5 സ്ഥാനങ്ങളുണ്ട്. അപ്പോൾ ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് എണ്ണി മാറ്റി 5 സ്ഥാനം മാറ്റി പോയിന്റ് കൊടുത്തു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ദശാംശ സംഖ്യകൾ എങ്ങനെ ഹരിക്കാം എന്നുള്ളതാണ്. ഞാൻ ഇവിടെ 2 ക്വസ്റ്റ്യൻ എഴുതി വെച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 0.008 ഹരിക്കണം 0.004. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 0.77 ഹരിക്കണം 0.11. ഓക്കെ, ക്വസ്റ്റ്യൻ ഇവിടെ കാണാമല്ലോ അല്ലേ. 0.77 ഹരിക്കണം 0.11. ഈ 2 ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത എന്താണ്? ഇവിടെ മുകളിലും താഴെയുമുള്ള അല്ലെങ്കിൽ അംശത്തിനും ഛേദത്തിലുമുള്ള ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം തുല്യമാണ്. ഇവിടെ 1, 2, 3 സ്ഥാനങ്ങളുണ്ട്. കണ്ടോ, 0.008. ഇവിടെ 0.004. 3 ദശാംശ സ്ഥാനങ്ങളുണ്ട്. അതേപോലെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കുമ്പോൾ അവിടെ മുകളിൽ 2 സ്ഥാനങ്ങൾ, താഴെ 2 സ്ഥാനങ്ങൾ. അങ്ങനെ നമുക്ക് ഹരിക്കേണ്ട അംശത്തിലും ഛേദത്തിലും അല്ലെങ്കിൽ ഹരിക്കേണ്ട 2 സംഖ്യകളിലുമുള്ള ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം തുല്യമാണ് എന്നുണ്ടെങ്കിൽ വേറെ ഒന്നും നോക്കണ്ട, സാധാരണ സംഖ്യകൾ ഹരിക്കണം പോലെ ഹരിച്ചാൽ മതി. അവിടെ പോയിന്റും കാര്യങ്ങളൊന്നും നിങ്ങൾ കൊടുക്കണ്ട. ഓക്കെ, ഇപ്പോൾ ഇവിടെ സാധാരണ സംഖ്യ പറയുമ്പോൾ 8/4 വരും. 8/4 എന്ന് പറഞ്ഞാൽ 8 4 2 പ്രാവശ്യം. സോ നമ്മുടെ ആൻസർ എന്താണ്? 2 ആണ്. ഓക്കെ, അടുത്ത കേസിലേക്ക് വരുമ്പോൾ 77/11 വരും. 77/11. 11 × 7 77. സോ നമ്മുടെ ആൻസർ എന്താണ്? 7 ആണ്. ഓക്കെ, ഇവിടെ രണ്ടും സിമ്പിളായിട്ട് ഹരിക്കാൻ കാരണം എന്താണ്? മുകളിലും താഴെയും ഉള്ള ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം തുല്യമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോയിൻ്റൊന്നും ഇല്ലാതെ നമ്മൾ എങ്ങനെയാണോ ഹരിക്കുക ആ രീതിയിൽ ഹരിച്ചാൽ മതി. അടുത്തൊരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. 0.06 ഹരിക്കണം 0.2. ഓക്കെ, ഇവിടെ മുകളിൽ നോക്കുമ്പോൾ 2 ദശാംശ സ്ഥാനങ്ങൾ വരുന്നുണ്ട്. ഇതൊരെണ്ണം ഇതൊരെണ്ണം. ഓക്കെ, 0.06 എന്നാണ്. സോ 2 ദശാംശ സ്ഥാനങ്ങൾ വരുന്നുണ്ട്. താഴെയാണെങ്കിലോ ഒരെണ്ണേ വരുന്നുള്ളൂ, 0.2. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുക? ആ ദശാംശം അല്ലെങ്കിൽ പോയിൻ്റ് ഇല്ലാത്ത പോലെ അങ്ങോട്ട് എഴുതുക. എന്താണ്? 6/2 എന്ന് എഴുതി. ഇനി ആർക്കാണോ ഏറ്റവും കുറവ് ദശാംശ സ്ഥാനങ്ങളുള്ളത് ആൾക്ക് എത്രയാണോ കുറവ് അത്ര 0 ഉള്ള ഒന്നിനെ കൊണ്ട് ഗുണിക്കുക. എന്ന് വെച്ചാൽ ഇവിടെ മുകളിൽ 2 ദശാംശ സ്ഥാനം ഉണ്ട്, താഴെ 1 ദശാംശ സ്ഥാനമേ ഉള്ളൂ. അപ്പോൾ 1ൻ്റെ കുറവുണ്ട്. സോ എന്ത് ചെയ്യണം? 10 കൊണ്ട് ഗുണിക്കുക. കുറവുള്ളവർക്കേ കൊടുക്കാൻ പാടുള്ളൂ അല്ലേ. സോ ആർക്കാണോ ഏറ്റവും കുറവ് ദശാംശ സ്ഥാനങ്ങളുള്ളത് അയാളേനെ 10 കൊണ്ട് ഗുണിക്കുക. ഇവിടെ 10 കൊണ്ടല്ല, ഇവിടെ 1 സ്ഥാനമാണ് കുറവുള്ളത്. മുകളിൽ 2 സ്ഥാനം ഉണ്ടായിരുന്നു, താഴെ 1 സ്ഥാനം ഉണ്ടായിരുന്നു. സോ എന്തുകൊണ്ട് ഗുണിക്കുക? 10 കൊണ്ട് ഗുണിക്കുക. 1 സ്ഥാനം കുറവായതുകൊണ്ട് 10 കൊണ്ട് ഗുണിക്കുക. മുകളിൽ ഗുണിക്കൊന്നും വേണ്ട. മുകളിലും താഴെയും ഗുണിച്ച് സീറോസ് കൊണ്ട് ഗുണിച്ച് സ്ഥാനങ്ങൾ ഒപ്പാക്കുക, അതൊന്നും വേണ്ട. നിങ്ങൾ നോക്കുക, ആർക്കാണോ കുറവുള്ളത് അയാൾക്ക് കൊടുക്കുക. ഇവിടെ 0.2 അല്ലെങ്കിൽ 2ന് 1 ദശാംശ സ്ഥാനത്തിൻ്റെ കുറവുണ്ടായിരുന്നു, 1 സ്ഥാനത്തിൻ്റെ കുറവുണ്ടായിരുന്നു. സോ 10 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ എന്തായി? 6/20 എന്ന് വന്നു. 6/20. 6നെ 20നെ നമുക്ക് 2 വെച്ച് കട്ട് ചെയ്യാം അല്ലേ. 6ൽ 2 3 പ്രാവശ്യം, 20ൽ 2 10 പ്രാവശ്യം. സോ 3/10 എന്ന് വന്നു. 3/10 എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പഠിച്ചില്ലേ, എത്ര ഉത്തരം? 0.3 എന്ന് ഉത്തരം കിട്ടും. ഓക്കെ, ഇങ്ങനെ മുകളിലും താഴെയുമുള്ള ദശാംശ സംഖ്യകളുടെ സ്ഥാനം ഡിഫറൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആർക്കാണോ കുറവ് അവരേനെ 10, 100, 1000 ഒക്കെ വെച്ച് ഗുണിക്കുക. അവരേനെ 10, 100, 1000 ഒക്കെ വെച്ച് ഗുണിക്കുക. എത്ര സ്ഥാനങ്ങളാണോ കുറവ് അതിനനുസരിച്ച് നിങ്ങൾ തീരുമാനിക്കുക കേട്ടോ. ഇവിടെ മുകളിൽ 2 സ്ഥാനമായിരുന്നു, താഴെ 1 ദശാംശ സ്ഥാനം ഉള്ളത്. സോ താഴെയുള്ള ആൾക്ക് 1ൻ്റെ കുറവുണ്ടായിരുന്നു. സോ ഞാൻ അവിടെ 10 കൊണ്ട് ഗുണിച്ചു. 1 സ്ഥാനത്തിൻ്റെ കുറവുണ്ടെങ്കിൽ 10 കൊണ്ട് ഗുണിക്കുക. 2 ദശാംശ സ്ഥാനത്തിൻ്റെ കുറവാണെന്നുണ്ടെങ്കിൽ 100 കൊണ്ട് ഗുണിക്കുക. അങ്ങനെ അപ്പോൾ 6/2 × 10 വന്നു. 6/20 ഇതിനെ 2 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 3/10 വരും. പിന്നെ നമ്മൾ 3/10 എന്ന് എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ നമ്മൾ ആദ്യം പഠിച്ചു. സോ 3/10 എന്ന് പറഞ്ഞാൽ 0.3 ഉത്തരം വരിക. അടുത്തൊരു ക്വസ്റ്റ്യൻ എഴുതാം. 0.15 ഹരിക്കണം 5. 0.15 ഹരിക്കണം 5. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ മുകളിൽ 2 ദശാംശ സ്ഥാനങ്ങളുണ്ട്. ഓക്കെ, താഴെയാണെങ്കിലോ 1 ദശാംശ സ്ഥാനവും ഇല്ല അല്ലേ. അപ്പോൾ താഴെ 2 എണ്ണത്തിൻ്റെ കുറവുണ്ട്. ഇവിടെ നിങ്ങൾ 5 വലുത് 0.15 വലുത് അങ്ങനെ ഒന്നും നോക്കണ്ട കേട്ടോ. ദശാംശ സ്ഥാനങ്ങൾ കുറവുണ്ടോ കൂടുതലുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. താഴെ 2 ദശാംശ സ്ഥാനങ്ങളുടെ കുറവുണ്ട്. സോ എന്ത് ചെയ്യണം? 2 ആകുമ്പോൾ 100. ഓക്കെ, 100 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 15/5 എന്ന് എഴുതി. താഴെ 2 ദശാംശ സ്ഥാനങ്ങളുടെ കുറവുണ്ടായിരുന്നു. സോ 100 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ 15/5
5 ഇൻറ്റു 100 എന്ന് വന്നു. നമുക്ക് ഈ 15നെയും 5നെയൊക്കെ 5 വെച്ച് കട്ട് ചെയ്യാം. 15ൽ 5 3 പ്രാവശ്യം, 5ൽ 5 1 പ്രാവശ്യം. സോ 3/1 ഇൻറ്റു 100 100 എന്ന് വരും. ഉത്തരം 0.03 എന്ന് വരും. ഒന്നും കൂടെ പറയാം. 0.15/5 എന്നായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. നമ്മൾ എന്താ നോക്കുക? ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം നോക്കുക. വലുതാണോ ചെറുതാണോ എന്ന് നോക്കണ്ട, ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം നോക്കുക. അത് ആർക്കാണോ കുറവുള്ളത് അയാൾക്ക് കൊടുക്കുക. കുറവുള്ള ആൾക്കല്ലേ നമ്മൾ സാധനങ്ങൾ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ 15/5 അങ്ങനെ എഴുതി. 5ന് 2 ദശാംശ സ്ഥാനങ്ങളുടെ കുറവുണ്ടായിരുന്നു. മുകളിൽ കണ്ടോ, ഈ പോയിന്റ് കഴിഞ്ഞിട്ട് 2 ദശാംശ സ്ഥാനം വന്നു. ഇവിടെ പോയിന്റും ഇല്ല, ദശാംശ സ്ഥാനവും ഇല്ല. സോ 5ന് 2 ദശാംശ സ്ഥാനങ്ങളുടെ കുറവുണ്ടായിരുന്നു. അപ്പോൾ അവൾ എന്ത് ചെയ്തു? 5നെ 100 വെച്ച് ഗുണിച്ചു. ഓക്കെ, അപ്പോൾ 15/5 ഇൻറ്റു 100 എന്ന് വന്നു. അപ്പോൾ 15നെയും 5നെ നമുക്ക് 5 വെച്ചിട്ട് കട്ട് ചെയ്യാം. 15ൽ 5 3 പ്രാവശ്യം, 5ൽ 5 1 പ്രാവശ്യം. സോ 3/1 ഇൻറ്റു 100 അല്ലെങ്കിൽ 3/100 എന്ന് വരും. 3/100നെ കൺവേർട്ട് ചെയ്യുമ്പോൾ 0.03 എന്നാണ് ഉത്തരം വരിക. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് ചെയ്യാനുള്ളൊരു ക്വസ്റ്റ്യൻ തരാം. ഫസ്റ്റ് എഴുതെടുക്കുക, വീഡിയോ പോസ് ചെയ്യുക, ഇതിൻ്റെ കൂടെ നിങ്ങൾ ചെയ്ത് ആൻസർ കണ്ടുപിടിക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്: 0.0005 ഡിവൈഡഡ് ബൈ 0.1. 0.0005 ഡിവൈഡഡ് ബൈ 0.1. വീഡിയോ പോസ് ചെയ്യുക. എല്ലാവരും ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഉത്തരം എത്രയാണ് വരിക? 0.005 ഉത്തരം വരിക. താഴെ 1 ദശാംശ സ്ഥാനം, മുകളിൽ 4 ദശാംശ സ്ഥാനം. സോ താഴെയുള്ള ആൾക്ക് 3 എണ്ണത്തിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് വെച്ചു? 1000 വെച്ച് ഗുണിച്ചു. സോ 5/1000 എന്ന് വരും. 5/1000 എന്ന് വരുമ്പോൾ 0.005 ഉത്തരം കിട്ടുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ദശാംശ സംഖ്യകളിൽ കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും കൂട്ടാനും ഒക്കെ പഠിച്ചു. ദെൻ വലുതേത് ചെറുതേത് കണ്ടുപിടിക്കാൻ പഠിച്ചു. പിന്നെ കുറയ്ക്കലും കൂട്ടലൊക്കെ തന്നെ വേറെ രീതിയിലൊക്കെ ചോദിക്കാം. ഇപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തപോലെ 98.15 എത്ര കൂട്ടിയാൽ 100 കിട്ടും എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ അതെന്താണ്? കുറയ്ക്കൽ തന്നെയാണ്. ക്വസ്റ്റ്യൻ്റെ ടൈപ്പ് ഒന്ന് മാറ്റി ചോദിച്ചു എന്ന് മാത്രം. പിന്നെ ഹരിക്കാനും അതെ, ഈ ചിലപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരാം, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത പോലെ കുറച്ച് ടെസ്റ്റ് ചെയ്തിട്ട് ചോദിക്കാം. എനിവേ ഈ ക്രിയകൾ ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഫൈനൽ ആൻസറിലോട്ട് എത്താം. ഓക്കെ, അപ്പോൾ എല്ലാവരും പ്രാക്ടീസ് ചോദ്യങ്ങളൊക്കെ ചെയ്ത് പഠിക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.